ഹലോ ഗായ്സ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ എളുപ്പവും അതേപോലെ വെറൈറ്റിയുമായിട്ടുള്ള ഒരു ചെറിയ ഒലത്ത ഒരു തോരനെ പറ്റിയിട്ടാണ്. അപ്പം ഞാൻ ആദ്യം തന്നെ ഈ പച്ച കളർ നിങ്ങൾ ഈ കാണുന്നത് പടവലങ്ങയാണ്. പടവലങ്ങ നന്നായിട്ട് ഗ്രേറ്റ് ചെയ്ത് വെച്ചു. പിന്നെ നമ്മുടെ വാഴക്കൂമ്പ്, കൊടപ്പൻ എന്ന് പറയും, അത് ഓക്കെ. ഇച്ചിരി ഉള്ളി, അതേപോലെ പച്ചമുളക്, അത്രയേ ഉള്ളൂ. വളരെ നിസ്സാരമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഞാൻ എടുക്കുന്നുള്ളൂ. ആദ്യം തന്നെ ഞാൻ പാൻ വെച്ചു. പാനിലേക്ക് എണ്ണ ഒഴിച്ചു. പിന്നെ എന്ത് ചെയ്തു, കടുക് പൊട്ടാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ്. കടുക് പൊട്ടി കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ഉള്ളിയും അതേപോലെ തന്നെ സവാളയും പച്ചമുളകും അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിട്ടു. അതൊന്ന് മൂക്കാൻ വേണ്ടിയിട്ട് ഉപ്പും കൂടെ സ്വല്പം ഉപ്പും കൂടെ അങ്ങ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് അങ്ങ് വഴറ്റുക. ഇനി ഇത് വഴറ്റിക്കൊണ്ടിരിക്കുമ്പോൾ ഇത്തിരി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. മഞ്ഞൾപ്പൊടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് പിന്നെ ഞാൻ ചെയ്യുന്നത് വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്, നമുക്ക് എല്ലാവർക്കും വീട്ടിൽ ചെയ്യാൻ പറ്റുന്നത്. പക്ഷേ ഇത് ആരും ട്രൈ ചെയ്തിട്ടുണ്ടാവില്ല. ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുത്തു. അതും നമ്മളൊന്ന് ഇതായി കഴിയുമ്പോഴത്തേക്കും ഞാൻ ആദ്യം തന്നെ ഇത്തിരി ഒരു പെപ്പറും കൂടെ ഞാൻ ഇട്ടായിരുന്നു. സോ ദാറ്റ് ഒരു ഡിഫറെൻറ്റ് ഫ്ലേവർ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ചിലവർ ഗരം മസാല അങ്ങനെ എന്തെങ്കിലും ഇടണമെന്നുണ്ടെങ്കിൽ അത് ഇടാം. പക്ഷേ ഞാൻ ഒലത്തിൽ അല്ലെങ്കിൽ നമ്മുടെ തോരനിൽ അതൊന്നും ചെയ്യാറില്ല. ആദ്യം തന്നെ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പടവലങ്ങ അങ്ങ് ഇട്ട് കൊടുത്തു. പടവലങ്ങ നന്നായിട്ട് ഞാൻ മിക്സ് ചെയ്തു കേട്ടോ. പടവലങ്ങ ഒരുവിധം മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ കുടപ്പനും കൂടെ അങ്ങ് ഇട്ട് കൊടുക്കും. നമ്മുടെ വാഴക്കൂമ്പ് അല്ലെങ്കിൽ വാഴപ്പൂവ് എന്നൊക്കെ നിങ്ങൾ പറയും. സോ അതും കൂടെ ഇട്ട് ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത്, വേറെ ഒന്നും ചെയ്യാനില്ല, നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മൂടി വെച്ച് ഇച്ചിരി നേരം വേവിക്കുക. ഈ കുടപ്പനും ഇതിനും അധികം വലിയ വേവൊന്നുമില്ല. പിന്നെ നമ്മൾ പടവലങ്ങ നന്നായിട്ട് ഗ്രേറ്റ് ചെയ്തേക്കണോണ്ട് അത്ര വലിയ സമയമൊന്നും എടുക്കില്ല. നമുക്കൊരു 2 മിനിറ്റ് 1 മിനിറ്റ് തന്നെ മതിയാവും. ഇത് പെട്ടെന്ന് തന്നെ ഇപ്പം ഒന്ന് ഒതുങ്ങിയതായിട്ട് നിങ്ങൾക്ക് തോന്നില്ല? എന്താ പറയുക, വെള്ളമൊക്കെ വലിഞ്ഞ് അതിൽ തന്നെ ഞാൻ വെള്ളം അങ്ങനത്തെ കാര്യങ്ങളൊന്നും ആഡ് ചെയ്യുന്നില്ല. പടവലങ്ങയിലൊക്കെ നല്ല വെള്ളം ഉണ്ടാവും. അപ്പോൾ അതിൽ നിന്ന് തന്നെ അത് അങ്ങ് വെന്തോളും. ഓക്കെ. എന്നിട്ട് ലാസ്റ്റായിട്ട് ഞാൻ പീര ഇട്ട് കൊടുക്കണം. പീര വേണമെങ്കിൽ ഇട്ടാൽ മതി. പീര ഇട്ടാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഓക്കെ. ഇനി പീരയ്ക്ക് വരും ചിലർ ഇത് നോൺ വെജ് ആക്കണം എന്നുണ്ടെങ്കിൽ വെജിറ്റേറിയൻസിന് മുട്ട ഇട്ട് കൊടുത്താലും മതി. പക്ഷെ ഞാനിപ്പോൾ ചീരയാണ് കംപ്ലീറ്റ്ലി ഒരു വെജിറ്റേറിയൻ ഡിഷായിട്ട് പീരയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. നമ്മുടെ പടവലങ്ങ ആൻഡ് വാഴക്കൂമ്പ് തോരൻ റെഡി. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് കഴിച്ചു നോക്കുക. അടിപൊളിയാണെങ്കിൽ അഭിപ്രായം അറിയിക്കുക. Hope you guys like it. Enjoy the recipe.